കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ക് കൊണ്ട് പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ക് കൊണ്ട് കണ്ണനെ മടിയിലിരുത്തി അണിമുത്തും മുങ്ങിവാരി മണിമുത്തും മുങ്ങിവാരി മാലയിട്ട കണ്ണനെ മടിയിലിരുത്തി വാ ഇതിലേ വാ തോണി ഇതിലേ വാ പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട്. താങ്ക് യു. തീർത്ത നല്ല രസമുണ്ടായിരുന്നടാ. താങ്ക് യു. കോസ്റ്റ്യൂം ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തല്ലേ? അതെ, നാണുണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് തരാൻ. അവക്ക് നാണുണ്ടായിരുന്നു. അറിഞ്ഞൂടെ? എന്തിന് ഇത് നല്ല ഡ്രസ്സാ മോളെ. കാര്യം മലയാളം ഫീൽ ഉണ്ട് ഇതില് അല്ലേ? ആ അത് നല്ലതാടാ, നല്ല ചന്ത. അതിന് നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേടാ, കുഞ്ഞുങ്ങളാ. അതപ്പോൾ ഇതൊക്കെ ഇട്ടാൽ നല്ല രസമാണ്, ചന്തമാണ് കാണാൻ. നമുക്ക് നിങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഈ ഒരു പാട്ടൊക്കെ പാടിയപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. വേണി സാർ. വേണി സാറോ? വിളിച്ചിരിച്ചിട്ട് ആക്ഷേപിക്കരുത്. വേണു സാറിനാണ് ഞാൻ വിളിച്ചത്. വേണുചേട്ടാന്ന് വിളിച്ച് പെട്ടെന്ന് സാറ് കയറി വന്നതാണ്. അങ്കിളെന്ന് വിളിച്ചില്ല. അടുത്തല്ലേ ഇനി വേണു അങ്കിൾ പറയൂന്നൊക്കെ പറയരുത്. ഇല്ല 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 വേണുചേട്ടാ. മോളെ നന്നായി പാടി മോളെ, നന്നായി പാടി. ഈ ആൾക്കാരെല്ലാം ഇപ്പൊ ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, ദക്ഷിണാമൂർത്തി, ഇവരൊക്കെ മലയാളത്തിലെ ഓരോരോ യൂണിവേഴ്സിറ്റി ആണ്.
സംഗീതത്തിൻ്റെ അവരുടെ പാട്ട് പാടുന്നത് പഠിക്കുകയാണ് നമ്മൾ. നിങ്ങളും പഠിക്കുന്നു, കേൾക്കുന്ന ഞങ്ങളും പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഓരോ പാട്ടും അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ സംഗതികൾ എല്ലാം മോള് ഭംഗിയായി പാടി. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇതിലേ വാ തോണി ഇതിലേ വാ. ദാറ്റ് വാസ് സൂപ്പർ. ആ പാമരം അല്ല പങ്കായം പൊന്നുകൊണ്ട് അത് വേണമെങ്കിൽ ഒന്നുകൂടി അതൊന്ന് പെർഫെക്റ്റ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പാടിച്ചോളൂ, ഞാൻ പാടിക്കുന്നില്ല. അല്ല വേണിച്ചേട്ടൻ പാടിക്കണം, ഇഷ്ടം. മോളെ ഒന്ന് പാടൂ പ്ലീസ്. വേണിച്ചേട്ടൻ ഇപ്പൊ നോക്കിയ ലാലേട്ടനെ പോലെ ഉണ്ട്. ഇനിയിപ്പൊ വേണിന്ന് വിളിച്ചിട്ട് അതിനെ സൂചിപ്പിക്കാനായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നു വേണിച്ചേട്ടൻ. ഓക്കെ. ജമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട്. വണ്ടർഫുൾ മോളെ. പിന്നെയൊക്കെ ആദ്യം മാത്രമാണ് ആ ഒരു ചളക്കം ഉണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ മോളെ, ബ്യൂട്ടിഫുൾ. All the best. All the very best. ഓക്കെ ശരത് സർ. മക്കളെ, കുഞ്ഞാടെ ബ്യൂട്ടിഫുൾ വേഷം. മോളെ കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ട്. പിന്നെ മോള് പാട്ട് ഉഗ്രമായിട്ട് പാടി. ഇതിപ്പം വേണിച്ചേട്ടൻ മക്കളെ കൊണ്ട് പാടിച്ച ആ ഒരു പല്ലവിയിലാണ് ഈ ഒരു അത്ര ഒരു പെർഫെക്റ്റ് അല്ലായിരുന്നു മോളത് പാടി. ഇപ്പൊ പാടിയപ്പോൾ അതിമനോഹരമായിട്ട് പാടി. അതാണ് അതിൻ്റെ ഒരു സുഖം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, അതും ഇഷ്ടപ്പെട്ടു. ആഹാ, സോ ഗുഡ്. എന്തൊരു കോമ്പസിഷനാണ്. സിമ്പിളാണ്. കാര്യം ഇതിനകത്ത് കൊണ്ട് പങ്കായം പടമ്പ് കൊണ്ട് ആക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആ ലിറിക്? പാമരം പളുങ്ക് കൊണ്ട് കരിമ്പ് കൊണ്ട്. അപ്പൊ അതിന്റെ ആ പറയുന്ന സബ്ജക്റ്റിനോട് ജൂൺ നീതി പുലർത്തണ്ടേ. പ്രത്യേകിച്ച് മലയാള ഭാഷ വളരെ മനോഹരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദേവരാജൻ മാഷ്. ഇപ്പം നമ്മൾ 100ാമത്തെ തവണയും കണ്ടാ പറയുന്നത്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. കുറേ സന്തോഷം മക്കളെ പാട്ടെടുത്തോണ്ട്. അത് മോള് നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. നല്ല ചിക്ക് 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 നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ നീ ഒഴുക്കി വിട്ടു, നിന്റെ ആ തോണി. കേട്ടോ, നന്നായിട്ടുണ്ട് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചേച്ചി തീർത്ഥക്കുട്ടി, നല്ലൊരു പാട്ട് സെലക്ഷൻ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പിക്ചറൈസേഷൻ ഓൾറെഡി മനസ്സിൽ വരുന്നുണ്ടല്ലേ. അതാണ് അത്രയും ഗ്രേറ്റ് കമ്പോസേഴ്സിൻ്റെ ബ്യൂട്ടിഫുൾ വർക്ക് അല്ലേ. എന്താ പറയുക, നമുക്ക് തന്നെ ഞാനും പല പ്രാവശ്യം ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കാറുണ്ട്. ഇങ്ങനെ എങ്ങനെയാണ് ആ ഒരു പ്രോസസ് പെട്ടെന്ന് ഇതിലേ വാ, ആ ഒരു പെട്ടെന്നൊരു ചേഞ്ച്. അതുവരെ അങ്ങോട്ട് പോയിരുന്നതാ എന്നെ തോളി തട്ടി ഇതിലേ വാ. അങ്ങനെയല്ല, രസമാണ്. നിത്യ പറഞ്ഞ ഒരു പോയിന്റാണ്. അതുവരെ ഇല്ലാത്ത ഒരു ഫോറിൻ നോട്ടുണ്ട് അതിൽ. അപ്പൊ അതൊരു ഭയങ്കര സുഖമാണ് മോളെ. അതെ, അത് വളരെ കുറച്ച് പാട്ടിൽ, സ്പെഷ്യലി എപ്പോഴത്തെ പാട്ടിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ചേഞ്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഈ ഒരു പാട്ടിന്റെ ബ്യൂട്ടി, ഈ ഒരു പിക്ചറൈസേഷൻ കണ്ടിരുന്നോ? കണ്ടിട്ടാണ്. അപ്പം മോള് പഠിക്കുമ്പോൾ പഠിക്കേണ്ട പാട്ടെല്ലാം പിക്ചറൈസേഷൻ കണ്ടിട്ടാണ് അല്ലേ? ഓ, അത് വലിയ ക്വാളിറ്റിയാണ് കേട്ടോ. കാരണം ആ ഒരു ഫീല്, ആ ഒരു ഫ്ലോ കൊണ്ടുവരാൻ പറ്റി. അത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ഈ പാട്ട് പാടിയത് ആരാണ്? സുശീലമ്മ. സുശീലമ്മയുടെ ഒരുപാട് പാട്ടിലുണ്ട്. നമുക്ക് ആസ് ഫീമെയിൽ സിംഗേഴ്സ് കേട്ടോ, ഫീമെയിൽ സിംഗേഴ്സിന് ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണ്. സുശീലമ്മയുടെ വേറെ പാട്ടിലും ഒരുപാട് പാട്ടിൽ കേൾക്കണം കേട്ടോ. എൻ്റെ ഒരു വേറെ സജഷനാണ്. എല്ലാ ഫീമെയിൽ സിംഗേഴ്സും കുറച്ച് ബ്യൂട്ടിഫുൾ മോഡുലേഷൻസ് ആണ് ചേച്ചിയുടെ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റിയ ഭീകര ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക്. ഓക്കെ തീർത്ഥക്കുട്ടി, ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിത്യ അവളൊരു കൊച്ചു നടിയും കൂടാണ്. പ്ലേബാക്ക് സിംഗറുമാണ്. അതെ അതെ, മോള് പാടിയിട്ടുണ്ട്. രഞ്ജൻ രാജ് ചേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട് അല്ലേ? സാറ് മ്യൂസിക് ചെയ്ത മാളികപ്പുറം പറഞ്ഞ ഫിലിമില് പാടിയിട്ടുണ്ട്. അടിപൊളി. അത് ഏത് പാട്ടാ മോളെ? അത് ടൈറ്റിൽ സോങ് ആയിരുന്നു, വിനീത് ശ്രീനിവാസൻ സാറിന്റെ കൂടെ. ഓ, സൂപ്പർ സൂപ്പർ. ഇനി മാർക്സ് വെക്കാം. ഓക്കെ വേണിച്ചേട്ടാ. തീർത്ത എന്റെ മാർക്ക് 8.5. താങ്ക് യു വേണിച്ചേട്ടാ. ശരത് സർ. വേണിച്ചേട്ടൻ 8.5 മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ 8.7 മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 17.2.
മടക്കി ഒടിച്ച് ഇട്ടോളൂ. ഇട്ട് കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.